കർത്താവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 26-ാം തീയതി സഭ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി ഇന്ന് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യമാണ്. ദൈവം പിതാവായ അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ പേര് അബ്രാം എന്നുള്ളിടത്ത് നിന്ന് അബ്രഹാം ആക്കി മാറ്റുകയും അബ്രഹാമിനോട് ദൈവം നൽകുന്ന വാഗ്ദാനവുമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത്. ഞാൻ എന്നേക്കും നിൻ്റെയും നിൻ്റെ സന്തതികളുടെയും ദൈവമായിരിക്കുമെന്നും നിൻ്റെ തലമുറ എൻ്റെ ഉടമ്പടി പാലിക്കുമെന്നും ഒന്നാമത്തെ വായനയിൽ ദൈവമായ കർത്താവ് അബ്രഹാമിന് വാഗ്ദാനം ചെയ്യുകയാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് അവകാശപ്പെടുന്ന നിയമജ്ഞരും ഫരീസയരും യഹൂദ സമൂഹം ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച യേശുവിനെ അംഗീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അബ്രഹാമത്തിനോട് ദൈവം പറഞ്ഞു, ഞാൻ എന്നേക്കും നിൻ്റെ ദൈവമായിരിക്കുമെന്ന്, നിനക്കും നിൻ്റെ തലമുറയ്ക്കും ദൈവമായിരിക്കുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ പുത്രനെ അംഗീകരിക്കുവാൻ വേണ്ടി നിയമജ്ഞരും ഫരീസർക്കും സാധിക്കുന്നില്ല. അവർ ഈശോയിൽ 2 കുറ്റങ്ങൾ ആരോപിക്കുന്നു, 2 ആരോപണങ്ങൾ അവർ നടത്തുന്നു. ഒന്നവർ പറയുന്ന ഈശോയെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. 8-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നു. നീയൊരു സമരിയാക്കാരനാണെന്ന് പറയുന്നു. സമരിയാക്കാരൻ എന്ന് ഈശോയെ അവർ വിളിക്കുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഒരു യഹൂദനെ കളിയാക്കാൻ പറ്റുന്ന, പരിഹസിക്കാൻ പറ്റുന്ന ഒരു വാക്ക് ഇതിനപ്പുറമായിട്ട് ഒന്നില്ല. രണ്ടാമത് അവർ പറയുന്ന ഈശോയ്ക്ക് പിശാചുബാധയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. നീ ഒരു സമരിയാക്കാരനാണ് എന്ന് പറഞ്ഞ് ഈശോയെ കളിയാക്കുമ്പോൾ ഈശോ അതിന് നേരിട്ട് ഒരു മറുപടി സുവിശേഷത്തിൽ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, പുത്രനെ ബഹുമാനിക്കുന്നവർ പിതാവിനെയും പുത്രനെ ബഹുമാനിക്കാത്തവർ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല എന്ന്. ഇതിലൂടെ ഈശോ യഹൂദർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ദൈവപിതാവാണ് പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നതെന്നും പുത്രനെ നിരാകരിക്കുന്നവ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നിരാകരിക്കുകയും തള്ളിപ്പറയുന്നവരുമാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 51-ാം വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കുന്നതാണ്. അവർ പറയുന്നു യേശുവിന് പിശാചുബാധയുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് യേശുവിന് അവർ പിശാചുബാധയുണ്ടെന്ന് പറയുന്നത്? കാരണം യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും പിശാചുബാധയൊക്കെ ഈശോ ഒഴിപ്പിക്കുന്നത് പിശാചിൻ്റെ തലവനെ കൊണ്ട്, ബെൽസെബൂലിനെ കൊണ്ടാണെന്ന് പോലും അവർ ഈശോയ്ക്ക് മേൽ കുറ്റമാരോപിക്കുന്നുണ്ട്. എന്നാൽ ഈശോയിൽ പിശാചില്ല എന്ന് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. യേശു പിതാവായ ദൈവത്തെ ബഹുമാനിച്ചു. പിശാച് പിതാവായ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് യേശു സ്വന്തം മഹത്വം ഒരിക്കലും അന്വേഷിക്കുന്നില്ല. പിശാച് സ്വന്തം മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവമായിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തുവാൻ ശ്രമിച്ചില്ല എന്ന് ഈശോയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് യേശു മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകി. സാത്താൻ പിശാച് നമ്മെ മരണത്തിന് വിധേയനാക്കി എന്ന്. ഈശോ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുമ്പോൾ സാത്താൻ നമ്മളെ മരണത്തിന് വിധേയനാക്കി തീർത്തുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന്
നിത്യജീവൻ ഉണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ വായനകളിലൂടെ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാമത്തിനോട് ദൈവം ചെയ്ത വാഗ്ദാനം, ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവമായിരിക്കുമെന്ന്, ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ അബ്രഹാമത്തിനോട് കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനം, ആ ദൈവം ഇന്ന് മനുഷ്യനായി ഈശോയായിട്ട് അവരുടെ യഹൂദന്മാരുടെ നടുവിൽ നിൽക്കുമ്പോൾ അവർക്കവനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവർക്കവനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവർ അവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈശോയെ തള്ളിപ്പറയാണ്. പരിഹസിക്കാൻ പറ്റുന്ന വിധത്തിൽ സമരിയാക്കാരൻ എന്ന് വിളിക്കുന്നു, പിശാച് ബാധയുള്ളവനെന്ന് വിളിച്ച് അവനെ അവഹേളിക്കുകയാണ്. ഇന്നേ ദിനത്തിൽ നമ്മൾ ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലും ഇതുപോലെയുള്ള ചിന്തകളൊക്കെ കടന്നു വരാം. ചില വ്യക്തികൾ നന്മ ചെയ്യുന്നവരെയൊക്കെ പരിഹാസത്തോടുകൂടെ, നല്ലതൊക്കെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കളെയൊക്കെ പരിഹാസത്തോടുകൂടെ, കളിയാക്കലോടുകൂടെയൊക്കെയുള്ളൊരു മനോഭാവം എനിക്കും സുഹൃത്തെ നിനക്കുമുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ഇന്നിൻ്റെ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.